പിന്നെ എനിക്കതല്ല പണി. ഇപ്പൊ തന്നെ വൈകി. അല്ല പിന്നെ അവനെ വിളിച്ചിട്ട് എന്തിനാ? വലിയ പണിയൊന്നുമില്ലല്ലോ. അത് ശരിയാ, പൂത്തുപോലെ വളർന്നു. ഒരു പണിക്കും പോകാതെ ആസനത്തിൽ വെയിലടിക്കണവരെ പുറത്തിനടിയിൽ ഇങ്ങനെ കിടന്നോളൂ. അവന്റെ പ്രായത്തിലെ പിള്ളേരൊക്കെ കുടുംബം നോക്കുന്നത് കാണുമ്പോ കൊതിയാവുക. സുപ്രഭാതം. അമ്മ എന്റെ ഫുഡ് എടുത്തു വെച്ചോ? അതാ മേശപ്പുറത്തിരിക്കണ മോളെ. അമ്മ കാപ്പി. ആ എഴുന്നള്ളിയോ തമ്പുരാൻ? കാപ്പി അമ്മ. അതേ ഇരിക്കുന്നു, എടുത്തു കൂടി. ആ രാഹുലും അവന്റെ അമ്മയും വന്നിരുന്നു ഇന്നലെ. അവന്റെ കല്യാണം അടുത്ത മാസം, അതിന് ക്ഷണിക്കാൻ വന്നതാ. നീ ഇങ്ങനെ നടന്നോ? കൂടെ പഠിച്ചവരൊക്കെ കെട്ടി. അതിനെനിക്ക് കെട്ടാൻ താല്പര്യമില്ലെന്ന് അമ്മയോട് ആരാ പറഞ്ഞേ? ചൂട് തവി എന്റെ കയ്യിലിരിക്കണം എന്നൊക്കെ വെച്ച് തന്നാലുണ്ടല്ലോ. വേണ്ടേ? അവൻ നിന്നെ പോലെ വേലയും കൂലി ഇല്ലാതെ നടക്കുവല്ല. മാസം 2-2 ലക്ഷം രൂപയാ ശമ്പളം. ഓ 2 ലക്ഷോ? എന്നാ പിന്നെ അവന് കള്ളക്കടത്തായിരിക്കും. കള്ളും ഒരു മയത്തിലൊക്കെ തള്ളുന്നു. അല്ല അതല്ല, എന്നാലും അവരൊരു കുടുംബം നോക്കാനുള്ളതൊക്കെ ഉണ്ടാവില്ലേ? പറയുന്ന കേട്ടാ തോന്നും ജോലിയുള്ളവർ മാത്രമേ ഇവിടെ കിട്ടുന്നുള്ളൂ. എന്റെ പൊന്നുമോനും ഇങ്ങോട്ടൊന്ന് നോക്കിയേ. ജോലി ഇല്ലാതെ രേഷ്മയെ കെട്ടാന്ന് സ്വപ്നത്തിൽ നീ വിചാരിക്കണ്ട. അവളുടെ അച്ഛനെന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. എന്റെ മോളെ കല്യാണം കഴിക്കുന്നവന്റെ സ്വഭാവം മാത്രമല്ല, ജോലിയും ബാങ്ക് ബാലൻസും ഒക്കെ പ്രധാനമാണ്. എടാ ചക്ക, എന്റെ ആങ്ങളെന്നെ പറഞ്ഞാലുണ്ടല്ലോ. അല്ല അമ്മ ശരിക്കും ആരുടെ സൈഡാ? മോന്റെ ആണോ ആങ്ങളുടെ ആണോ? ഞാൻ ആരുടെയും സൈഡല്ല. കഴിഞ്ഞ തവണ കല്യാണക്കാര്യം പറഞ്ഞപ്പോൾ അങ്ങനെ ഒരൊറ്റ ചോദ്യമായിരുന്നു, എന്തുകൊണ്ട് മോൻ്റെ സമ്പാദ്യം ഒന്ന്. അക്കൗണ്ടിൽ എടുക്കാൻ പറ്റാതെ കിടക്കുന്ന 500 രൂപ ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? മൂട് പോവും. അല്ലേലും ജോലിക്കാരും പറയുമ്പോൾ അപ്പോഴേ നിന്റെ മൂട് പോവും. എടേ, നിന്റെ മേശപ്പുറത്തിരിക്കുന്ന 100 രൂപ ഞാൻ എടുക്കുവാണേ. അയ്യോടാ, അത് എടുക്കല്ലേ, എനിക്ക് ആവശ്യമുണ്ട്. അപ്പൊ കാശുണ്ടല്ലേ? എന്തുവാടാ അത്? അമ്മയുടെ മോക്ക് തബല പഠിക്കണോ? കുളിച്ചേച്ച് വേഗം കേറി പോകൊച്ചേ. എടാ, അത് എടുക്കല്ലേ, കൈനീട്ടം കിട്ടിയ കാശാ. ശമ്പളം കിട്ടുമ്പോ തിരിച്ചുതരാം. ആരുടെ ശമ്പളം? എത്തിയല്ലോ. ഇന്നെന്താ ഇത്ര വൈകിയത്? ഒന്നും പറയണ്ട, വീട്ടിലെ കലാപരിപാടി കഴിയുമ്പോൾ വൈകി. പതിവ് വന്നോട്ടെ. ഉണ്ണിയ പത്രം കയറ. പണിയെടുക്കാത്ത മകനെ അമ്മ തലക്കടിച്ച്. വേറെ വല്ലതും ഉണ്ടോ നോക്കട്ടെ. എടാ നോക്കടാ, ആ ഭാഗ്യശാലി ഇവിടെ ലോട്ടറി 2 കോടി എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിക്ക്. കൊച്ചു പയ്യനല്ലേ? അവൻ്റെയൊക്കെ ഒരു ഭാഗ്യം. കാണാതിരുന്നാ മതിയായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഉപദേശിച്ചു കൊല്ലും. ഒരു ചായ. രാവിലെ ഇതങ്ങോട്ട് ഭാഗമായിട്ട് എറണാകുളം വരെ പോവുക. അനിയത്തിയുടെ മോന് ലോട്ടറി അടിച്ചു 2 കോടി. കൊള്ളാല്ലേ? ആ കൊള്ളാം. പക്ഷെ ഉടനെ അവിടെ എത്തിയില്ലെങ്കിലേ പത്രക്കാരുടെ ഭാഗ്യദേവതയും കൊണ്ടുപോകും. എല്ലാം നോക്കിയിട്ട് ഞാൻ മാത്രമല്ലേ ഉള്ളൂ. ആ 2 കോടി അയാൾ മൂടോടെ അടിക്കും. എഞ്ചിനീയറിംഗ് പഠിക്കുന്ന കൊച്ചു പയ്യനാന്നേ. ഞാൻ അങ്ങോട്ട് എത്തിയില്ലെങ്കിലേ സകല ബന്ധുക്കളും വരും കൈയിട്ട് വരാൻ. ഞാനാവുമ്പോ പരിവത്തിനും കാര്യത്തിനും നാലിക്കറിയാലോ. എനിക്കറിയാലോ കൊച്ചേട്ടന്. ഈ പയ്യന്റെ കാര്യം പുള്ളി പറയുന്നു. ആണല്ലേ? അല്ലേ, എറണാകുളത്ത് അവരെവിടെ? ഇടപ്പള്ളി വാടകയ്ക്ക് താമസിക്കുമായിരുന്നു 7 മാസം മുമ്പ്.
ഇപ്പൊ വീട് മാറി എന്നാ കേട്ടോ. കേട്ടോന്നാ അപ്പൊ താനിപ്പോ അങ്ങോട്ടൊന്നും പോകാറില്ലേ? അല്ല അത് പിന്നെ എൻ്റെ ഈ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് സമയമില്ലാത്ത കാര്യം ഡാനിക്കറിയാമല്ലോ. ഇപ്പൊ ചായ വിടുതാ. ആ ഇവന്മാരോ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നല്ലേ? ഈ പെരുവണ്ണാവരം പഞ്ചായത്തിലെ ജോലിയും കൂലിയില്ലാത്ത 3 അണ്ണ. എൻ്റെ പൊന്നു മക്കളെ, നിങ്ങൾ ഈ ഇൻ്റർവ്യൂന്നും ടെസ്റ്റും എന്നൊക്കെ പറഞ്ഞ് എത്ര കാലമാണ് തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്നത്? എടാ നിൻ്റെയൊക്കെ പ്രായത്തിൽ ഞാൻ പറമ്പിലിറങ്ങി എന്തുമാത്രം കിളച്ചിട്ടുണ്ടെന്ന് അറിയാമോ? വിട്, താനത് വിട്. പഴയ കാലമൊന്നുമില്ല, അവരവരുടെ കാര്യം നോക്കിക്കോളും. എന്നാലും ഡാനിച്ച ബസ് വന്നു. ഡാനിച്ച ഞാൻ പോവാണേ. അതൊക്കെ തരാടൂ. അവിടെ ചെന്ന് കൈത്ത് വരാനുള്ളതല്ലേ. ആ ലോട്ടറി അടിച്ച പയ്യന്റെ ഭാഗ്യം. എഞ്ചിനീയറിംഗ് പഠിക്കുന്നുള്ളൂ, അപ്പോഴേക്കും കോടീശ്വരൻ. തലവരെയാടാ. അല്ല ഞാനൊന്ന് തലമുട്ട അടിച്ച് നോക്കിയല്ലോ. തലവരെ അറിയാം. ഇങ്ങോട്ട് നോക്കി, എന്തെങ്കിലും വരാണെന്നുണ്ടോ? ആ എന്നിട്ട് ചളിയുടെ നിർത്തും. അപ്പൊ ചിലപ്പം നന്നായി പോയിക്കും. ഡാനിച്ചാ എപ്പോ വരാമേ? ചേട്ടാ ഇതിലേതാ അടിക്കുന്ന ടിക്കറ്റ്? അയ്യോ എല്ലാം അടിക്കുന്ന ടിക്കറ്റാ, സർക്കാരിന്റെ പ്രസിലെ അടിക്കണം. ഓ തഗ്. അല്ല ഏട്ടാ ഇതിന്റെ തീരുമാനം എന്നറിയും? തീരുമാനം റിസൾട്ട്? അയ്യോ ഇതൊക്കെ 2 ദിവസം കഴിഞ്ഞെടുക്കുന്ന ടിക്കറ്റാ. പിന്നെ അത് ബമ്പർ, അത് അടുത്ത മാസം. അടുത്ത മാസം? ടു ലേറ്റ്. അല്ല ഏട്ടാ ഇന്ന് നാളെ എടുക്കുന്ന ടിക്കറ്റ് ഒന്നും ഇല്ലേ? അതൊക്കെ വിറ്റുപോയി. ശരി ഏട്ടാ. ആ കിരണേ, എന്താ ഞാനേ നാളെ എടുക്കുന്ന 2 ടിക്കറ്റ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. നിനക്ക് വേണേ തരാം. അടിക്കൂ ഏട്ടാ. നമ്പർ കണ്ടിട്ട് അടിക്കുന്ന ലക്ഷമുണ്ട്, അതാ ഞാനെടുത്ത് മാറ്റി വെച്ചത്. നിനക്ക് വേണേ തരാം. എന്നാ തന്നേരാ. 80 രൂപ. 80 രൂപയോ? ആ പിന്നെ 70 ലക്ഷം ഫസ്റ്റ് പ്രൈസ്. 80 രൂപ കൂടുതലൊന്നും അല്ല. ശരി. എങ്ങാനും ഭാഗ്യദേവത കടാക്ഷിച്ചാലോ? നിനക്ക് പ്രാന്ത. ഇപ്പം കടാക്ഷി നോക്കിയിരുന്നോ. 40 രൂപ എടുത്ത് 2 ലോട്ടറി വാങ്ങിച്ചു. അത് നിങ്ങൾക്ക് കാശ് എവിടെ നിട്ടി? അത് ചിന്നുൻ്റെ മുക്കി. ആ അപ്പം അതിനൊരു തീരുമാനമായി. എടാ അത് നമ്മുടെ ദീപം അല്ലേ? ദീപോ ആ അളിയോ നീ എന്നാ വന്നേ? ഇതൊക്കെ പറയാം. നീ എന്നാ വന്നേ? ഒരാഴ്ചയേ ഉള്ളൂ. എത്ര നാളുണ്ടാ ലീവ്? ഓ അതൊക്കെ ഞാൻ വിട്ടറാ. ഭയങ്കര മടുപ്പാ. പിന്നെ എന്താണ് പ്ലാൻ? ഇനിയിപ്പോൾ എന്താ പ്ലാൻ? നാട്ടിലൊരു ചെറിയ ബിസിനസ് തുടങ്ങണം, ഒന്ന് പച്ച പിടിക്കാം. അടിപൊളി. അല്ല നിങ്ങളെന്താ പരിപാടി? നമ്മൾ ടെസ്റ്റൊക്കെ എഴുതി ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്ത് ഇതൊക്കെ നടക്കും. ഇപ്പോൾ ഒരു പുരോഗമനം ഇല്ല അല്ലേ? ആര് പറഞ്ഞില്ലെന്ന്? ഇപ്പം ഞങ്ങൾ നല്ല കിഡിലൊരു പരിപാടി തുടങ്ങി. എന്ത് പരിപാടി? റെൻ്റേ കാർ. റെൻ്റെ കാറോ? അതിനൊക്കെ കാറൊക്കെ വേണ്ടേ? എടാ എൻ്റെ വീട്ടിൽ ഒരു പ്രയോജനം ഇല്ലാതിരിക്കുന്നവരാണ് ഞാനും അച്ഛൻ മേടിച്ചിട്ട കാറും. അതിനെ കൊണ്ടാണെങ്കിൽ ഒരു ചിലവുമില്ല, എന്നെക്കൊണ്ട് നല്ല ചിലവും. അതാണ് ഞങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. പിന്നെ വെള്ളം ഒഴിച്ചാൽ വണ്ടി ഓടത്തില്ലല്ലോ, അതിന് പെട്രോൾ തന്നെ വേണ്ടേ. അതുകൊണ്ട് ഞാനും അത് എടുക്കാറില്ല. എടാ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ നന്ദു വിളിച്ച് 1 മാസത്തേക്ക് ഒരു കാർ ചോദിക്കുന്നത്. അവൻ്റെ ഏതൊരു എന്നവേ കൂട്ടുകാരൻ വേണ്ടിയിട്ട്. അപ്പം തോന്നിയ ഐഡിയ ആണിത്. ആ അത്യാവശ്യം ഞങ്ങളുടെ ചിലവിനുള്ള കാശൊക്കെ തടയുമല്ലോ. എന്നിട്ട് എൻ്റെ അച്ഛൻ സമ്മതിച്ചോ? പിന്നെ വീട്ടിലോട്ട് വിളിക്കുമ്പോൾ ഞാൻ എന്ത് എന്ന് പോലും പുള്ളി ചോദിക്കാതെ. പിന്നെ ഞങ്ങളെല്ലാവരും അവൻ്റെ അമ്മയുടെ കാല് പിടിച്ച് സംഗതി ഒപ്പിച്ചെടുത്തു. എടാ ഇതിൻ്റെ റേറ്റൊക്കെ എങ്ങനെയാ? 10 ദിവസം കഴിയുമ്പോൾ ആദ്യ ഗഡു അക്കൗണ്ടിൽ വരും. പിന്നെ അടുത്ത 10 ദിവസം, ആകെ മൊത്തം 30 ദിവസം. ഇനി 4 ദിവസം കഴിഞ്ഞാൽ ഫസ്റ്റ് കിട് കിട്ടും. എടാ ഒരു സെക്കൻഡ് എടാ. എടാ രാഹുലിൻ്റെ കല്യാണമാ, അറിഞ്ഞായിരുന്നോ? ആ അറിഞ്ഞായിരുന്നു. ഇന്നലെ ഞങ്ങളുടെ വീട്ടിൽ വന്നായിരുന്നു കല്യാണം വിളിക്കാൻ. ആ എടാ അവനിപ്പോൾ വലിയ നിലയിലാടാ. എന്താ അല്ലേ, പഠിക്കുന്ന സമയത്ത് ഉഴപ്പനാന്നും പറഞ്ഞ് എല്ലാം കൂടെ എന്തുമാത്രം കളിയാക്കിയവനാ. ഇതാ പറയുന്നത് നേരത്തെ കയറി ആരും ജഡ്ജ് ചെയ്യല്ലേന്ന്. ആ ഇവിടെ പണ്ടത്തെ പല മിടുക്കന്മാർ ഇപ്പൊ താടിയും ചൊറിഞ്ഞിരിപ്പുണ്ട്. എടാ അവൻ്റെ പ്രേമം എന്തായി? ബെസ്റ്റ്. അതൊന്നും പറയാതിരിക്കുന്നതാണ് നല്ലത്. പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ വലിയൊരു കഥയാ. എന്നാ പറയടാ, ഞാനും കൂടെ ഒന്ന് കേൾക്കട്ടെ. സംഭവം കോമഡിയാണോ ട്രാജഡിയാണോ? അങ്ങനെ ചോദിച്ചാ നീ വലിയ ബിൽഡപ്പ് കൊടുക്കുന്ന കഥ പറ. പറയാല്ലേ.